ബന്ധപ്പാടുകൾക്ക് ശേഷം ദൈവസന്നിധാനത്തിൽ ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവ് നമ്മെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കൂടി വന്ന നിങ്ങൾക്കെല്ലാവർക്കും കർത്താവിൻ്റെ മാധുര്യമുള്ള നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. കടന്നു വന്ന നമ്മെ ഏവരെയും ദൈവം സഹായിക്കുമാറാകട്ടെ. ഈ രാത്രിയിലും തുടർന്ന് കർത്താവിൻ്റെ തിരുവചനം നമ്മളെ പഠിക്കുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിന്, അത് പരിപോഷണത്തിനും ആത്മീകമാവുന്ന വർധനവിനും എല്ലാറ്റിലും ഉപരിയായിട്ട് കർത്താവിനോടുള്ളതാകുന്ന സ്നേഹവും കർത്താവിനോടുള്ളതാകുന്ന നമ്മുടെ ഭക്തിയും വർദ്ധിക്കുന്നതിന് അത് കാരണമായി തീരേണ്ടതിന് വളരെ വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധാനത്തിൽ നമുക്ക് തുടരാം. നമ്മുടെ പല പ്രിയപ്പെട്ടവർക്കും ഇന്ന് വന്നു ചേരുവാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും കടന്നു വന്ന് നിങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രാത്രി സമയം തുടർന്ന് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിപ്പാനായിട്ട് കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. റോമാലേഖനം 2-ാമത്തെ അധ്യായമാണല്ലോ നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 16 വരെയുള്ളതാകുന്ന വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. എപ്പിസിൽ ഓഫ് റോമൻസ് ചാപ്റ്റർ 2 വേഴ്സസ് 1 to 16. അതിനു മുൻപുള്ള കാര്യങ്ങളൊന്നും ഒരുപക്ഷെ പുതുതായിട്ട് വന്നവരുണ്ടെങ്കിലും നമുക്ക് പറയാനുള്ള നേരമില്ലാത്തത് കൊണ്ട് ഞാനതൊന്നും പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പ്രധാനമായിട്ട് ചിന്തിച്ച വിഷയം ദൈവത്തിൻ്റെ ന്യായവിധി മനുഷ്യൻ്റെ മേൽ വരുന്നു എന്നുള്ള വിഷയമാണല്ലോ നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ ന്യായവിധി ദൈവം എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, അതെങ്ങനെയാണ് ദൈവത്തിൻ്റെ ന്യായവിധി മനുഷ്യൻ്റെ മേൽ വരുന്നത്, അതിൻ്റെ ആ ക്രൈറ്റീരിയൻ, അതിൻ്റെ മാനദണ്ഡം എന്താണ് എന്നുള്ളതാണ് വിശേഷിച്ച് 2-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം. അത് 3 കാര്യങ്ങൾ പ്രധാനതയോടെ നമ്മൾ കാണുകയുണ്ടായി. പ്രധാന തലവാചകങ്ങളായിട്ട് നമ്മൾ അത് തിരിച്ച് ആ കാര്യം ചിന്തിക്കുകയുണ്ടായി. ഒന്നാമതായിട്ട് നമ്മൾ കണ്ടു, ദൈവത്തിൻ്റെ ന്യായവിധി തെറ്റിയൊഴിയാവുന്നതല്ല എന്നുള്ള ആ വിഷയം നമ്മൾ ശ്രദ്ധിച്ചു പ്രാരംഭമായിട്ട്. രണ്ടാമത് ആ ഭാഗത്ത് നമ്മൾ കാണുകയുണ്ടായി. അതിൻ്റെ 5 മുതൽ 11 വരെയുള്ളതാകുന്ന വാക്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. ദൈവത്തിൻ്റെ ന്യായവിധി എന്നുള്ളത് നീതിയുള്ള ന്യായവിധിയാണ് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു. ഗോഡ്സ് ജഡ്ജ്മെൻറ്റ് ഈസ് റൈച്ചസ്. മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി അതിൻ്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ ന്യായവിധി, ഗോഡ്സ് ജഡ്ജ്മെൻറ്റ് ഈസ് ഇംപാർഷ്യൽ. ദൈവത്തിൻ്റെ ന്യായവിധി എന്നുള്ളത് അത് മുഖപക്ഷമില്ലാത്തതാണ്. ദൈവത്തിൻ്റെ ന്യായവിധി ആർക്കും തെറ്റിയൊഴിയാൻ കഴിയത്തില്ല. 2, ദൈവം നീതിമാനാകുന്ന ദൈവമാണ്, നീതിയുള്ള ന്യായകർത്താവാണ് അവിടുന്ന്, നീതിയുള്ള ന്യായവിധി. മൂന്നാമതായി നമ്മൾ ശ്രദ്ധിച്ചു, ദൈവത്തിൻ്റെ ന്യായവിധി യഹൂദനെന്നോ യവനനെന്നോ വ്യത്യാസമില്ല. ആരും അവരുടെ സ്റ്റേറ്റ് എന്തായിരിക്കുന്നു അതൊന്നും വിഷയമല്ല. ദൈവത്തിൻ്റെ ന്യായവിധി മുഖപക്ഷമില്ലാത്തതാണ്. അപ്പോഴങ്ങനെ മുഖപക്ഷമില്ലാതെ ദൈവം ന്യായം വിധിക്കുമ്പോൾ ന്യായപ്രമാണം ലഭിച്ച യഹൂദനെ അതിൻ്റെ വെളിച്ചത്തിലാണ് ന്യായം വിധിക്കുന്നതെന്നും, ന്യായപ്രമാണം ലഭിക്കാതിരിക്കുന്ന ജാതികളെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ ഹൃദയത്തിൽ ന്യായപ്രമാണം എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു. കാരണം അവർ ചെയ്യുന്ന പല നല്ല പ്രവൃത്തികളും, എല്ലാ ജാതികളും പിടിച്ചുപറിക്കാരും കള്ളന്മാരും കൊള്ളക്കാരുമല്ല. അവർക്കൊരു നീതിബോധമുണ്ട്, അതവരുടെ ഹൃദയത്തിൽ തന്നെയുണ്ട്. ആ നീതിബോധം അത് ദൈവത്തിൻ്റെ ആ പ്രത്യേകമാകുന്ന ന്യായപ്രമാണം അവൻ്റെ ഹൃദയത്തിലുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണെന്ന് പൗലോസ് പറയുന്നത്. അവൻ്റെ വിചാരങ്ങൾ, അവൻ്റെ മനസാക്ഷി അവനെ കുറ്റം വിധിക്കുന്നു, അവൻ്റെ വിചാരങ്ങൾ അവനെതിരെ പ്രതിവദിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പൗലോസ് പറയുകയാണ്. അങ്ങനെ കുറ്റം ചുമത്തുകയും പ്രതിവാദിക്കുകയും ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ ന്യായപ്രമാണം തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു എന്നുള്ള ഒരു എക്സ്പ്ലനേഷനും അതിൻ്റെ 14 15 വാക്യങ്ങളിൽ പൗലോസ് ശ്ലീഹ നൽകിയത് നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. അവസാനമായിട്ട് അതിൻ്റെ 16-ാമത്തെ വാക്യമാണ് കഴിഞ്ഞ ആഴ്ചയിൽ
നമ്മൾ ചിന്തിച്ച് അവസാനിപ്പിച്ചതാകുന്ന വേദവാക്യം. അത് നമ്മൾ കണ്ടു. 16-ാമത്തെ വാക്യം നമ്മൾ പ്രത്യേകമായി പറയുകയുണ്ടായി. ദിസ് വിൽ ടേക്ക് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഈ ന്യായവിധി, ഇത് this will happen or this will take place എന്ന് പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നു. NIV വളരെ ഹെൽപ്ഫുള്ളായിട്ട് ആ കാര്യം അവിടെ എഴുതിയിരിക്കുന്നത് നമ്മൾ കണ്ടു. അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ദിസ് വിൽ ടേക്ക് പ്ലേസ് ഓൺ ദ ഡേ വെൻ ഗാഡ് വിൽ ജഡ്ജ് men's secrets through Jesus Christ as my gospel declares. ദൈവം മനുഷ്യൻ്റെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. അതിനോടുള്ള ബന്ധത്തിൽ 3 കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പ്രധാനമായിട്ട് പറയുകയുണ്ടായി. അത് നിങ്ങൾ ഓർക്കുന്നു എന്ന് ഞാൻ കരുതുകയാണ്. ഏറ്റവും കുറഞ്ഞത് നിങ്ങളുടെ മനസ്സിൽ ഒരുപക്ഷെ കോൺട്രാവേഴ്സി എന്ന് തോന്നുന്ന ഒരു കാര്യം പറഞ്ഞതെങ്കിലും ഓർക്കുമെന്ന എൻ്റെ ചിന്ത. ഇന്ന് അതിനെക്കുറിച്ചൊരു ഫർദർ എക്സ്പ്ലനേഷൻ ദൈവവചനത്തിൽ നിന്നും നൽകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ലാസ്റ്റ് വീക്ക് നമ്മൾ ആ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞതുകൊണ്ട് ഒരാഴ്ച മുഴുവൻ അതിനെക്കുറിച്ച് ഒരു പക്ഷേ തെറ്റായി ചിന്തിക്കാനുള്ളതാകുന്ന സമയമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി അങ്ങനെ വരാതിരിക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ്. നമുക്ക് ആ വിഷയം തുടർന്ന് ചിന്തിക്കാം. നമ്മൾ പ്രധാനമായിട്ട് കണ്ടതാകുന്ന വിഷയം, ഒന്ന്, the judgment of God will include all the hidden areas of our life. ഹൃദയത്തിൻ്റെ ആലോചനകളെ വെളിച്ചത്താക്കി, ഇരുളിലിരിക്കുന്നത് അതിനെ പുറത്തു കൊണ്ടുവരുമ്പോൾ അന്ന് ഓരോരുത്തന് ദൈവത്തിങ്കിൽ നിന്ന് പുകഴ്ച ലഭിക്കും എന്ന് പൗലോസ് മറ്റൊരിടത്ത് എഴുതിയത് നമ്മൾ ചിന്തിച്ചു. സോ ഗാഡ്സ് ജഡ്ജ്മെൻറ്റ്, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഗാഡ്സ് ജഡ്ജ്മെൻറ്റ് ഇൻക്ലൂഡ് ഓൾ ദ സീക്രട്സ് ഓഫ് മെൻസ് ഹാർട്ട്. മനുഷ്യൻ്റെ ഹൃദയത്തിലെ ആരും കാണാത്ത, ആരും അറിയാത്ത, മറ്റൊരു വ്യക്തിക്കും അറിയാൻ കഴിയാത്ത ആ സീക്രട്ട് ഹിഡൻ ഏറിയാസ് ദൈവത്തിൻ്റെ ന്യായവിധിക്ക് മുൻപാകെ അത് തുറക്കപ്പെടും എന്നുള്ളത് ഇവിടെ പൗലോസ്ലീഹ പറയുന്നു. രണ്ടാമത് നമ്മൾ കണ്ടു, നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവ് തന്നെയാണ് ന്യായം വിധിക്കുന്നവൻ എന്നുള്ള വിഷയവും നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. മൂന്നാമതായിട്ടുള്ള വിഷയം, ന്യായവിധി എന്നുള്ളത് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ ഗോസ്പൽ എന്ന് ഞാൻ പറയുകയുണ്ടായി. കാരണം ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാൽ, ദയവായിട്ടൊന്ന് വേദപുസ്തകത്തിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ ആ കാര്യം നമുക്ക് മനസ്സിലാകും. യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. സോ ജഡ്ജ്മെന്റ് ഓഫ് ഗാഡ് ഈസ് വെരി മച്ച് എ പാർട്ട് ഓഫ് ദ ഗോസ്പൽ. ന്യായവിധി എന്നുള്ളത് സുവിശേഷത്തിൻ്റെ ഒരു ഭാഗമാണ്, ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമാണ്. അത് വളരെ കരുതലോടെ ശ്രദ്ധയോടെ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ അതിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞു, ഈ കാലങ്ങളിൽ സുവിശേഷത്തെ നമ്മുടെ ആ ഫെൽറ്റ് നീഡ്സിനുള്ള ഒരു പരിഹാരമായി മാത്രം പ്രസന്റ് ചെയ്യുന്നത് കൊണ്ട് സുവിശേഷത്തിൻ്റെ വില നമ്മൾ കുറയ്ക്കുകയാണ് എന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു. When we proclaim the gospel, you know, as a solution for our felt needs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അധികം ഫീൽ ചെയ്യുന്ന ഒത്തിരി ആവശ്യങ്ങളുണ്ട്. അത് നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഷയങ്ങളാണ് നമ്മുടെ ഫെൽറ്റ് നീഡ്സ് എന്ന് പറയുന്നത്. ഫെൽറ്റ് നീഡ്സ്, നമുക്ക് ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നീഡ്സ്. അതിൻ്റെ ഒരു പരിഹാരമായിട്ടല്ല സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നത്. സുവിശേഷത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് വരുവാനുള്ള കോപത്തിൽ നിന്നും രക്ഷപ്പെടുവിൻ. അതായത് വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നവനാകുന്ന യേശു കർത്താവ്. സോ സുവിശേഷം എന്ന് പറഞ്ഞാൽ ഈ താൽക്കാലികമാകുന്ന ആവശ്യങ്ങളുടെ
പരിഹാരമായിട്ടുള്ള ഒരു പരിഹാരമാർഗമല്ല, നേരെ മറിച്ച് വരാനുള്ള കോപത്തിൽ നിന്ന് കർത്താവ് നമ്മെ രക്ഷിക്കുന്നു, നമുക്ക് നിത്യജീവൻ തരുന്നു, നമ്മുടെ പാപത്തിന് പരിഹാരം തരുന്നു. വേറൊന്നിനും പാപത്തിന് പരിഹാരം തരാൻ കഴിയാതിരുന്നപ്പം യേശുവിൻ്റെ രക്തം നമ്മുടെ ഹൃദയങ്ങളിൽ തളിച്ച് നമ്മെ ശുദ്ധീകരിക്കുന്നു, നമ്മളെ ദൈവമക്കളാക്കുന്നു, നമ്മളെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുന്നു, നമ്മെ നിത്യ നരകത്തിൽ നിന്ന് വിടുവിക്കുന്നു, വരുവാനുള്ള ദൈവ കോപത്തിൽ നിന്നും ആ ക്രൂശ് മരണം മുഖാന്തരം കർത്താവ് നമ്മെ രക്ഷിക്കുന്നു. എൻ്റെ പ്രിയരെ, ഇതാ സുവിശേഷത്തിൻ്റെ അന്തസത്ത. ഈ അന്തസത്തയെ അതിൽ വെള്ളം ചേർക്കുന്ന ഒത്തിരി പരിപാടികൾ ഈ കാലങ്ങളിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചില കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ ഒന്ന് എടുത്തു പറഞ്ഞത്. അതിനൊരു വിശദീകരണം എനിക്ക് തന്നേ മതിയാകത്തുള്ളൂ. ദൈവവചനത്തിൽ നിന്ന് ഞാൻ പറയുകയുണ്ടായി, പല കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, നമ്മുടെ ഇമ്മീഡിയറ്റ് പ്രോബ്ലങ്ങളെ സോൾവ് ചെയ്യുന്ന ഒരാളായിട്ട് കർത്താവിനെ പ്രസന്റ് ചെയ്യുക. യേശു കർത്താവിൻ്റെ കാലത്ത് തന്നെ അതുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. കർത്താവിൻ്റെ ഉപദേശമൊക്കെ കേട്ടപ്പോൾ ഒരുത്തൻ വന്ന് പറഞ്ഞു, എൻ്റെ സഹോദരനുമായിട്ട് വസ്തു പകുതി ചെയ്യുവാൻ നീ വരണം. ഓക്കെ, ആ വിഷയം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതാണ്. രണ്ടാമതായിട്ട് യേശു കർത്താവിനെ ഒരു മിറക്കിൾ വർക്കറായിട്ട് മാത്രം പ്രസന്റ് ചെയ്യുക, അത്ഭുതങ്ങളെ ചെയ്യുന്ന ഒരുവനായിട്ട്. ഞാൻ പറയുകയുണ്ടായി, ഏറ്റവും വലിയ കർത്താവ് ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം മരിച്ച് 4 ദിവസമായ ലാസറിനെ ഉയർപ്പിച്ചതാണ്. ലാസറിനെ ഉയർപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, ലാസറിനെ ഇവനെയും കാണാൻ ആൾ കൂടുന്നത് കൊണ്ട് ആരെ കൂടെ കൊല്ലണം? യേശുവിനെ മാത്രം കൊന്നാൽ പോരാ, ലാസറിനെ കൂടെ കൊല്ലണമെന്ന്. നോക്കിയേ, അത്ഭുതം മുന്നേ ഇരിക്കുക, അവനെയും കൊല്ലണം. അപ്പം അതിൻ്റെ അർത്ഥം ആ വലിയ അത്ഭുതത്തിനൊന്നും വലിയ ഇമ്പാക്റ്റ് ഒന്നും അവരുടെ ഹൃദയത്തിൽ ഉണ്ടായില്ലെന്ന് സാരം. ഇനിയും നമ്മളൊരു കാര്യം, ഓൺ ദി അതർ ഹാൻഡ്, see, even if there is no miracle at all, if there is a message, that message is enough. ഒരത്ഭുതം സംഭവിച്ചില്ലെങ്കിലും സുവിശേഷത്തിന്റെ സന്ദേശമുണ്ടെങ്കിൽ അത് മതി. എന്തുകൊണ്ടാ? പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് എന്നാ പറഞ്ഞേക്കുന്നേ? അയച്ചിട്ടുണ്ടോ? യോഹന്നാൻ സ്നാപകൻ അത്ഭുതം ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു വാക്യം ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? We have to make it very, very clear. I think somebody should help me with that verse in John's Gospel. If somebody can help me with that verse. അതായത്, യോഹന്നാൻ അത്ഭുതമൊന്നും ചെയ്തിട്ടില്ല എങ്കിലും പലരും യേശുവിൽ വിശ്വസിച്ചു, അവൻ്റെ സന്ദേശം കേട്ട് എന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഒരു വാക്യമുണ്ട്. Okay, if somebody can help me with that later on. Okay, now മറ്റൊരു കാര്യം, അത് ആർക്കെങ്കിലും ആ വാക്യം കിട്ടുകയാണെങ്കിൽ എനിക്ക് എന്നെ ഒന്ന് കാണിപ്പാനായിട്ട് ഞാൻ, അല്ലെങ്കിൽ അത് പറഞ്ഞു തരുവാനായിട്ട് ആവശ്യപ്പെടുന്നു. അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് എനിവേ ഐ എം ഗോയിങ് ടു ഗിവ് യു ദാറ്റ് വേഴ്സ്. നൗ ഇനി മറ്റൊരു വേദഭാഗം കൂടെ അതിനോടുള്ള ബന്ധത്തിൽ ഞാൻ കാണിക്കാം. അപ്പോസ്തല പ്രവൃത്തി 14-ാമത്തെ അധ്യായത്തിൽ, ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 14, അവിടെ ഒരു വലിയ സ്പെക്ടാക്കുലർ മിറക്കിൾ നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. സ്പെക്ടാക്കുലർ മിറക്കിളാ, ആർക്കും നിഷേധിക്കാനൊക്കാത്ത ഒരു അത്ഭുതമാണ്. എന്താ അത്ഭുതം എന്നറിയാമോ? അമ്മയുടെ ഗർഭം, അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായം അതിൻ്റെ 8 മുതൽ, ലുസ്ത്രയില് പൗലോസും ബർന്നബാസും കടന്നു ചെന്നപ്പോൾ അവിടെ അമ്മയുടെ ഗർഭം മുതൽ നടന്നിട്ടില്ലാത്ത ഒരുവൻ, അവനെ യേശുവിൻ്റെ നാമത്തിൽ എന്ത് ചെയ്തു? സൗഖ്യമാക്കി. വലിയ അത്ഭുതമാണ്.
അങ്ങനെ സൗഖ്യമാക്കി ഈ ജനങ്ങളെല്ലാം കൂടെ പറഞ്ഞു, പൗലോസും ബർന്നബാസും അവരാരാന്ന് പറഞ്ഞ് അതിൻ്റെ ദയവ് ചെയ്തിട്ട് അതിൻ്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് 12-13 വാക്യങ്ങളൊന്ന് വായിച്ചേ. മുഖ്യ പ്രസംഗി നമുക്കറിയാം. താഴോട്ട് പൂമാലകളും എല്ലാം കൊണ്ടുവന്ന് അവർക്ക് യാഗം കഴിപ്പാനായിട്ട് ഭാവിച്ചു. അപ്പം നമ്മളവിടെ വായിക്കുന്ന ഒരു കാര്യം, പൗലോസും ബർന്നബാസും വളരെ പ്രയാസത്തോടെ അവരെ എന്ത് ചെയ്തു? തടുത്തെന്നാ വായിക്കുന്നത്. എന്നാൽ അതിന് 19-ാം വാക്യം ഒന്ന് വായിച്ചേ, വേഴ്സ് 19. എന്നാൽ ആ പദപ്രയോഗം വളരെ ശ്രദ്ധിക്കണം. എന്നാൽ എന്ന് പറഞ്ഞാൽ ഈ സംഭവം നടന്നു. ലൂക്കോസ് പറയുക, ഈ സ്പെക്ടാക്കുലർ മിറക്കിൾ അവിടെ നടന്നു. എന്നാൽ അന്ത്യോക്യയിൽ നിന്നും ഇക്കോന്യയിൽ നിന്നും യഹൂദന്മാർ വന്നുകൂടി അവരെന്ത് ചെയ്തു? ഏത് പുരുഷാരത്തെയാണെന്നറിയാമോ? ഈ സെയിം പുരുഷാരത്തെ. ഏത് പുരുഷാരം ഇവർക്ക് യാഗം കഴിപ്പാനായിട്ട് തുനിഞ്ഞോ ആ പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ എന്ത് ചെയ്തു? കല്ലെറിഞ്ഞു. നോക്കിയേ പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, അത്ഭുതങ്ങൾക്കൊന്നും വലിയ ഇമ്പാക്റ്റ് ഒന്നുമില്ല. ഇമ്പാക്റ്റ് ഉണ്ട്. ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നു. കർത്താവ് തൻ്റെ വചനത്തെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഉറപ്പിക്കുന്നു. യാതൊരു സംശയമില്ല. God does that. Even today he does it. ഇന്നും ദൈവം ചെയ്യുന്നുണ്ടത്. എന്നാൽ ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ഇതൊന്നുമില്ലെങ്കിലും if there is a message of the gospel, that itself is enough to convert people. മനുഷ്യരെ രൂപാന്തരപ്പെടുത്താൻ ശക്തിയുള്ളത് സുവിശേഷമാണ്. അപ്പൊ ആ സുവിശേഷം അങ്ങ് പറഞ്ഞാൽ മതി. അതിൽ തന്നെ അതാ രക്ഷയ്ക്കായിട്ട് ദൈവശക്തിയാകുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞു പല സ്റ്റോറീസ്. ഈ യാതൊരു സംസ്കാരവും ഇല്ലാത്തവരൊക്കെ കർത്താവിനെ അറിഞ്ഞ സംഭവങ്ങൾ നമുക്കറിയാമല്ലോ. നമ്മുടെ രാജ്യത്ത് കർത്താവിൻ്റെ വളരെ അനുഗ്രഹീതമാകുന്ന ശുശ്രൂഷ ചെയ്ത വ്യക്തിയാണ് ഗ്രഹാം സ്റ്റെയിൻസ്. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പേ എത്ര പേരെ അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്? ആരും കേട്ടിട്ടില്ല. പക്ഷെങ്കിൽ അവിടെ ആ ദേശത്ത് തന്നിൽ കൂടെ ദൈവം ചെയ്തതാകുന്ന പ്രവൃത്തി വളരെ അത്ഭുതകരമാണ്. ഞാൻ പറഞ്ഞേ, even if there is no miracle, there should be a message. A message without a miracle is better off than a miracle without a message. അപ്പൊ യേശു കർത്താവിനെ ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഒരു അത്ഭുതം ചെയ്തിട്ട് സുവിശേഷ പ്രസംഗം ഇല്ലെങ്കിൽ അതുകൊണ്ട് ഒരു ഫലവും ഇല്ല കേട്ടോ. കാരണം എനിക്കത് ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഉണ്ട്. ഞങ്ങളുടെ കൂടെ ഞാൻ ഈ ഉദാഹരണങ്ങളൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാ. ന്യൂ ബോംബെയിൽ ഉണ്ടായിരുന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തെ ഒരുപക്ഷെ ചിലർക്കൊക്കെ അറിയാൻ പറ്റും പറഞ്ഞു കഴിഞ്ഞാൽ. ആ പ്രിയ സഹോദരൻ്റെ ജ്യേഷ്ഠത്തി എന്ന് പറഞ്ഞാൽ തൻ്റെ ജ്യേഷ്ഠനും അവല്ല യാക്കോബക്കാരാ. ഈ സഹോദരൻ മാത്രം ഞങ്ങളുടെ കൂട്ടായ്മ വരും. അപ്പോൾ അദ്ദേഹം അവരുടെ അവർ കത്തോലിക്കരാ, കാത്തലിക്സ്. ആ സഹോദരി കാത്തലിക്കാ. അപ്പോൾ അവരോട് അവർ ഒരു പ്രത്യേക സ്ഥലത്ത് അവരുടെ സമ്പാദ്യമൊക്കെ കൊടുത്ത്, സമ്പാദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല എമൗണ്ട് എല്ലാ മാസവും, ബഹ്റിനിൽ ഒരു നേഴ്സായിരുന്നു, എല്ലാ മാസവും ഒരു പ്രത്യേക സ്ഥലത്ത്, നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു സ്ഥലത്ത് പൈസ അയച്ചു കൊടുത്ത് പ്രാർത്ഥിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അവിടെ അയച്ചു കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാ സഹോദരിക്ക് ഒരു വിവാഹം വന്നു. വിവാഹത്തിൻ്റെ 2 ദിവസം മുൻപ് അവരുടെ വെഡിങ് റിങ് അങ്ങ് കളഞ്ഞുപോയി. വെഡിങ് റിങ് കളഞ്ഞു പോയപ്പോൾ
ഉടനെ ഫോൺ എടുത്ത് ആ പ്രത്യേക സ്ഥലത്ത് വിളിച്ചു. അവിടെ 24 hours ഈ കോൾ സെൻ്ററൊക്കെ ഉണ്ട്. അവിടെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ആ പ്രത്യേക ആളിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓക്കെ, നാളെ 8 മണിക്ക് ഇപ്പുറം നിങ്ങളുടെ വെഡിങ് റിങ് കിട്ടുമെന്ന് പറഞ്ഞു. അത് അതിൻ്റെ അടുത്ത ദിവസം വിവാഹം നടക്കാൻ പോകും. അപ്പോൾ അതിന് മുൻപ്, അതിൻ്റെ തലേ ദിവസം നിങ്ങളുടെ വെഡിങ് റിങ് കിട്ടുമെന്ന് പറഞ്ഞു. അത് അങ്ങ് സംഭവിച്ചു. എക്സാക്ട്ലി അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. പക്ഷെ ഞങ്ങളുടെ കൂടെ സഭയിൽ വരുമായിരുന്ന ആ സഹോദരൻ ഞങ്ങളോട് പറഞ്ഞ ഒരു കാര്യം ഇതാ, പാസ്റ്ററെ, ഇത് അവിടെ സംഭവിച്ചു, പക്ഷെ ഞാൻ എൻ്റെ ചേട്ടത്തിയോട് സുവിശേഷം പറയുന്നുണ്ടെ പുള്ളിക്കാരി പറയുന്നത്, ഓ, നിങ്ങൾക്ക് മാത്രമേ ഉള്ളല്ലോ ഈ സുവിശേഷം, നിങ്ങളെക്കാളും വലിയ പുള്ളിയാണ് അദ്ദേഹം പറഞ്ഞത് അതുപോലെ നടന്നു. എന്നിട്ട് അദ്ദേഹം ഇതുവരെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണമെന്നും വീണ്ടും ജനിക്കണമെന്നും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. മനസ്സിലായോ? എ മെസ്സേജ് വിത്തൗട്ട് എ മിറക്കിൾ ഈസ് ബെറ്റർ ഓഫ്. ഒരു സന്ദേശം, സുവിശേഷ സന്ദേശമാണ് ഇമ്പോർട്ടൻ്റ് അത്ഭുതത്തെക്കാളും. അത്ഭുതം നടക്കും, കർത്താവ് അത് ചെയ്യും, അത് മറ്റൊരു കാര്യം. ഞാൻ പറഞ്ഞത്, അത്ഭുതങ്ങൾക്ക് അതിൽ തന്നെ ഒന്നും ഇമ്പാക്റ്റ് ഒന്നുമില്ല. ഞാൻ പറഞ്ഞത്, സുവിശേഷം എന്നുള്ളത് അതിനെ അങ്ങ് ചീപ്പൻ ചെയ്യരുത്, അതിനെ വില കുറയ്ക്കരുത്. അത് നിത്യനരകത്തിൽ നിന്നുള്ള രക്ഷയാണെന്നുള്ള ആ പരമാർത്ഥ സന്ദേശം, അതിലൊരു കാരണവശാലും വെള്ളം ചേർക്കുവാൻ നമ്മൾ അനുവദിച്ചുകൂടാ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ജഡ്ജ്മെന്റ് ഓഫ് ഗാഡ് ഈസ് പാർട്ട് ഓഫ് ദി ഗോസ്പൽ. ആ ജഡ്ജ്മെന്റ് ഓഫ് ഗാഡിന്റെ പശ്ചാത്തലത്തിലാണ് സുവിശേഷം. ആകട്ടെ, ഞാൻ മുൻപോട്ട് പോകുന്നു. അപ്പോസ്തലന്മാർ പ്രസംഗിച്ച സുവിശേഷം എന്തുവാ? അപ്പോസ്തല പ്രവൃത്തി 2:40 വായിച്ചേ. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് 2:40. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ. അതിന്റെ കാരണം എന്നാണെന്നറിയാമോ? പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനിൽ വിശ്വസിക്കാത്തവനോ ജീവനെ കാണുകയില്ല. അടുത്ത വാക്യം, ദൈവകോപം അവന്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് പൗലോസും പത്രോസും അപ്പോസ്തലന്മാരെല്ലാം പ്രസംഗിച്ച സന്ദേശത്തിന് ഒരു സന്ദേശമേ ഉള്ളൂ: വരാനുള്ള കോപത്തിൽ നിന്ന്, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷപ്പെടുവീൻ, രക്ഷപ്പെടുവീൻ. ഇതാ സന്ദേശം കേട്ടോ. ഇതിനേക്കാളും കുറഞ്ഞ ഒന്നും സുവിശേഷമല്ല, അത് മറ്റൊരു സുവിശേഷമാ. വേദപുസ്തകത്തിലുണ്ട് വേറൊരു സുവിശേഷം, വേറൊരു യേശു, വേറൊരു ആത്മാവ്. 2 കൊരിന്ത്യർ 11 അപ്പൊ വേറൊരു സുവിശേഷമുണ്ട്, വേറൊരു യേശുവുണ്ട്, വേറൊരു ആത്മാവുമുണ്ട്. വഞ്ചിക്കപ്പെട്ടു പോകരുത്. ഈ ആത്മാവ് ഭയങ്കര ശക്തമായിട്ട് ഇന്ന് നമ്മുടെ സർക്കിൾസിൽ ഇങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. സുവിശേഷത്തിൽ വെള്ളം ചേർക്കുന്ന പരിപാടി. നോ, ഗാഡ്സ് ഗോസ്പൽ, ഇറ്റ് കണ്ടെയ്ൻസ് ദ ജഡ്ജ്മെന്റ് ഓഫ് ഗാഡ്. സുവിശേഷത്തിന്റെ ഒരു ഭാഗമാണ് ന്യായവിധി എന്നുള്ളത്. മൂന്നാമതായിട്ട് ഞാൻ പറഞ്ഞു, ആ കാര്യത്തിന് അല്പം കൂടെ വിശദീകരണം, ഇന്ന് മറ്റൊന്നും പറഞ്ഞില്ലേലും ആ കാര്യത്തിന് വിശദീകരണം തന്നേ ഒക്കത്തുള്ളൂ. കാരണം അല്ലെങ്കിൽ നിങ്ങൾ തെറ്റായി ധരിക്കാനുള്ളതാകുന്ന ഒരു സാധ്യതയുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറയുകയുണ്ടായി, അതായത് കേവലം ഈ രോഗസൗഖ്യം എന്നുള്ള നിലയിലല്ല സുവിശേഷം പ്രസംഗിക്കപ്പെടേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ 1-2 വാക്യങ്ങൾ കോട്ട് ചെയ്ത് പെട്ടെന്ന് പറഞ്ഞുപോയി. ഒരിക്കൽ ഇതുപോലെ ഞങ്ങളുടെ ചർച്ചിൽ ഇങ്ങനെ ഒരു പാസിംഗ് റെഫറൻസ്, അന്ന് പാസിംഗ് റെഫറൻസ് പറയാനേ ഉള്ളായിരുന്നു നേരം. അത് ഭയങ്കര അബദ്ധമായിപ്പോയി ഞാൻ പറഞ്ഞു. കാരണം അങ്ങനെ പാസിംഗ് റെഫറൻസ് പറഞ്ഞതുകൊണ്ട് വേണ്ട നിലയിൽ ആ കാര്യം പലർക്കും മനസ്സിലായില്ല. മനസ്സിലാകാഞ്ഞതുകൊണ്ട് പല പ്രിയപ്പെട്ടവർക്കും ഒരു തെറ്റായ ധാരണ ഉണ്ടായോ എന്നെനിക്ക് സംശയമില്ലാതില്ല. പ്രത്യേകിച്ച് ഒരു സഹോദരൻ എന്നോട് പറഞ്ഞ ഒരു കാര്യം, പാസ്റ്റർ, ഞാൻ അതിനെക്കുറിച്ച് നാട്ടിൽ പോയപ്പോൾ 2-3 പേരോട് ചോദിച്ചു. അപ്പോൾ അവരെല്ലാം പാസ്റ്റർ പറഞ്ഞ അഭിപ്രായം അല്ല പറയുന്നത്. ഞാൻ പറഞ്ഞു, വെൽ, ഗുഡ്. എന്തുകൊണ്ടാണ് ഈ കാര്യം
ദൈവവചനത്തിൽ നമുക്കൊരു നിമിഷം ഞാൻ ഒരു കാര്യം പറയാൻ ആദ്യമേ, അത് അവസാനം ഒന്നുകൂടെ വ്യക്തമാക്കും, എന്നാൽ ആദ്യമേ ഒരു കാര്യം ഒന്ന് പറയട്ടെ. കാരണം നിങ്ങൾ അല്ലെങ്കിൽ പിന്നെ മനസ്സ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കേൾക്കത്തില്ലല്ലോ. അപ്പം ആദ്യമേ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കർത്താവ് രോഗികളെ സൗഖ്യം ആക്കുന്നു. അതിന് യാതൊരു സംശയവും വേണ്ട. യേശു കർത്താവിൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകും. അതന്ന് തീർന്നു പോയിട്ടില്ല. ഇന്നും കർത്താവിൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകുന്നു. രോഗികൾക്ക് വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം. ലെറ്റ് മീ മേക്ക് ഇറ്റ് വെരി വെരി ക്ലിയർ. രോഗസൗഖ്യം എന്നുള്ള കൃപാവരം പരിശുദ്ധാത്മാവ് സഭയിൽ പൊതുപ്രയോജനത്തിനായി നൽകിയിരിക്കുന്നു. അതിന് യാതൊരു സംശയവുമില്ല. 1 കൊരിന്ത്യർ 12-ാമത്തെ അധ്യായത്തിൽ ആ കാര്യം വളരെ വ്യക്തതയോടുകൂടെ നമ്മൾ വായിക്കുന്നുണ്ട്. രോഗസൗഖ്യത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്ന ആ വാക്യം വേണമെങ്കിൽ പെട്ടെന്ന് എടുത്തൊന്ന് വായിച്ചിട്ട് നമുക്ക് മുൻപോട്ട് പോകാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. 12-ാം അധ്യായം അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. നൽകപ്പെട്ടിരിക്കുന്നു. യെസ് യെസ് നോക്കുക, അതേ ആത്മാവിനാൽ മറ്റൊരുവൻ എന്ത് കിട്ടിയേക്കുന്നു? അപ്പൊ നിശ്ചയമായിട്ടും ദൈവസഭയിൽ എന്തോ ഉണ്ട്, രോഗശാന്തി വരമുണ്ട്. മേക്ക് നോ മിസ്റ്റേക്ക് അബൌട്ട് ദാറ്റ്. മേക്ക് നോ മിസ്റ്റേക്ക് അബൌട്ട് ദാറ്റ്. രോഗശാന്തി വരം ദൈവസഭയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു കൃപാ വരമാണ്. അത് ഒരുപക്ഷെ എല്ലാവർക്കും ഇല്ലെന്ന് വരാം. പക്ഷെങ്കിൽ we should desire for that and we should pray for sick people. We should pray for sick people. നമ്മൾ രോഗികൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. രോഗികളുടെ മേൽ കൈവച്ച് ദൈവം അവർക്ക് സൗഖ്യം നൽകും. പ്രിയമുള്ളവരെ, വളരെ അത്ഭുതകരം, എനിക്കറിയത്തില്ല ഞാനീ പറയുന്നത്, എൻ്റെ ഈ കൊച്ചു ജീവിതത്തിൽ വളരെ അത്ഭുതകരമാകുന്ന ദൈവിക രോഗശാന്തി ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്കറിയത്തില്ല, എന്നെക്കാളുള്ള ഒരു പക്ഷേ അതിലും സ്പെക്ടാക്കുലർ അനുഭവങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. ട്രൂ, അത് വളരെ സത്യമാണ്. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൃപ ദാനമാണ് രോഗശാന്തി വരം. അത് ദൈവസഭയിലുണ്ട്, അത് തീർന്നു പോയിട്ടില്ല, അത് ഓപ്പറേറ്റ് ചെയ്യപ്പെടണം. അതിനായി നമ്മൾ പ്രാർത്ഥിക്കണം കേട്ടോ. അത് വളരെ വ്യക്തതയോടെ ഞാൻ പറയട്ടെ. അപ്പോൾ ആ രോഗശാന്തി വരം ഒരർത്ഥത്തിൽ ക്രൂശിന്റെ ഫലമാണെന്ന് വേണമെങ്കിൽ പറയാം. ശ്രദ്ധിക്കണേ ഞാൻ പറയുന്ന കാര്യം. രോഗശാന്തി വരം ക്രൂശിന്റെ ഫലമാണെന്ന് വേണമെങ്കിൽ ഒരർത്ഥത്തിൽ പറയാം. എന്തുകൊണ്ട്? അതിന് ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ ഉയരത്തിലേക്ക് കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. പിന്നെ കർത്താവ് പറയുന്നതിന്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അരികിൽ വരികയില്ല. അപ്പോൾ കർത്താവ് ഈ ഭൂമിയിൽ വന്നു, ക്രൂശിൽ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി മരിച്ചു, അവിടുന്ന് അടക്കപ്പെട്ടു, തിരുവഴുത്തിൽ അനുസരിച്ച് അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു, അവിടുന്ന് സ്വർഗത്തിലേക്ക് പോയി. പിന്നെ വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവസഭയിലേക്ക് അയച്ചു. ആ പരിശുദ്ധാത്മാവിന്റെ കൃപാദാനങ്ങളിൽ, കൃപാവരങ്ങളിൽ ഒന്നാണ് പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്ന രോഗശാന്തികളുടെ വരം. മനസ്സിലായോ? അപ്പോൾ ആ അർത്ഥത്തിൽ ക്രൂശ് മുഖാന്തരം, ആ അർത്ഥത്തിൽ
കേട്ടോ. ആ അർത്ഥത്തിൽ ക്രൂശിന്റെ ഫലമായി അത് ലഭിച്ചെന്ന്. അങ്ങനെ വരുമ്പോൾ ക്രൂശിന്റെ ഫലമായിട്ടാണ് ബാക്കിയെല്ലാം ലഭിച്ചത്. എന്നാൽ ഞാൻ ആ കാര്യം അല്പം കൂടെ വിശദമാക്കാം. ഇന്ന് വേറെ ഭാഗം നമ്മൾ പഠിച്ചില്ലെങ്കിൽ ഈ കാര്യം ഒന്ന് വിശദമാക്കി പോകേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. കാരണം അല്ലെങ്കിൽ ഒത്തിരി തെറ്റിദ്ധാരണകളും ഈ ദുരുപദേശം പഠിപ്പിച്ചെന്നും ഒക്കെ ഈ അറ്റവും മുറിയും കേട്ടേച്ച് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് എന്ന് പുറത്താരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അയാൾ അത് പറഞ്ഞു, അയാൾ അത് പണ്ടേ പറയുമെന്ന് ഞങ്ങൾക്ക് അറിയാമെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം ഒന്ന് വ്യക്തത, അതിനൊരു ക്ലാരിറ്റി ഉണ്ടാകണം ദൈവവചനത്തിൽ നിന്ന്. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളിൽ ഒന്നാണ് എന്ത്? രോഗശാന്തി വരം. അതിന് യാതൊരു സംശയവുമില്ല. അതിനെക്കുറിച്ച് പല കാര്യങ്ങൾ നമ്മൾ മുൻപോട്ട് ഇപ്പോൾ ചിന്തിക്കും. എന്നാൽ അതിനു മുൻപേ അപ്പം ഞാൻ പറഞ്ഞു, ആ അർത്ഥത്തിൽ ക്രൂശിന്റെ ഫലമായിട്ടാണ് രോഗശാന്തി നമുക്ക് ലഭിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. ആ അർത്ഥത്തിൽ എൻ്റെ വാക്കുകളെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചോണം. എന്നാൽ പ്രശ്നം എവിടാണെന്നറിയാമോ? പ്രശ്നം മറ്റെങ്ങുമല്ല. ക്രൂശിൽ പാപപരിഹാര ബലിയുടെ ഈക്വലൻ്റായിട്ട് രോഗസൗഖ്യമുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴാണ് സംഗതി കോൺട്രഡിക്ഷൻ വരുന്നത്. എന്തുകൊണ്ടാണ് കോൺട്രഡിക്റ്റ് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. നമുക്ക് യെശയ്യാവിൻ്റെ പ്രവചനത്തിലേക്കൊന്ന് കടന്നു പോകാം. യെശയ്യാവിൻ്റെ പ്രവചനം, എന്നെ ശ്രദ്ധിച്ച് കേൾക്കണേ നിങ്ങൾ, അല്ലെങ്കിൽ മനസ്സിലാകാൻ ബുദ്ധിമുട്ടുണ്ട്. യെശയ്യാവിൻ്റെ പ്രവചനം 53-ാമത്തെ അധ്യായം. നിങ്ങൾ ചിന്തിക്കരുത് ഈ ഉപദേശിയുടെ മാത്രം പരിപാടി, അങ്ങനെയല്ല. എനിക്കറിയാവുന്ന കുറേ എൻ്റെ വല്യപ്പച്ചന്മാരുണ്ടായിരുന്നു. ഞാൻ ആ വാക്ക് പ്രത്യേകിച്ച് പറയാം, വല്യപ്പച്ചന്മാർ, അപ്പച്ചന്മാരല്ല, വല്യപ്പച്ചന്മാർ. അപ്പച്ചന്മാരെന്ന് പറയുമ്പോൾ ഇതിൻ്റെ തൊട്ട് മുന്നിലുള്ള അവിടം തൊട്ട് ഇങ്ങോട്ട് ആ ഡീജനറേഷൻ തുടങ്ങി, ലോകത്തിലേക്കുള്ള യാത്ര തുടങ്ങി. എന്നാൽ എനിക്ക് കുറേ വല്യപ്പച്ചന്മാരുണ്ടായിരുന്നു. ആ വല്യപ്പച്ചന്മാർ ഇതിനെ ശരിക്കും മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് അവര് പാടിയത് എന്നാണെന്നറിയാമോ? അവര് പാടിയത്, പാപരോഗത്താൽ നീ വലഞ്ഞു, തെല്ലും ആശയില്ലാതലഞ്ഞു, പാരം കേണിടുമ്പോൾ തിരുമേനി അതിൽ നിന്റെ വ്യാധിയെല്ലാം വഹിച്ചു. പാടാറില്ലേ നമ്മൾ വല്ലപ്പോഴും ഒക്കെ? പക്ഷെ ഒന്ന് ചിന്തിക്കണേ എന്നാ പാടുന്നതെന്ന്. പാപരോഗത്താൽ നീ വലഞ്ഞു, തെല്ലും ആശയില്ലാതെ. അത് നമ്മുടെ വല്യപ്പച്ചന്മാരാ പാടിയേ. അത് കഴിഞ്ഞ് ഈ അപ്പച്ചന്മാരുടെ തലമുറ തൊട്ട് പതുക്കെ മെറ്റീരിയലിസത്തിൽ അല്ലെങ്കിൽ ഭൗതികതയിലേക്ക് പോയത് കൊണ്ടാണ് ഈ കുഴപ്പം പറ്റിയത്. നമ്മൾ ഏത് കാര്യവും ഭൗതികതയുടെ വെളിച്ചത്തിൽ കാണാൻ തുടങ്ങി. ഏറ്റവും സേക്രഡായിട്ടുള്ള, വിശുദ്ധമായിട്ടുള്ള, ഒന്നോർത്തേ, ദൈവം തൻ്റെ പുത്രനെ കൈവിടാതെ നമ്മുടെ പാപത്തിന് പരിഹാരം ഉണ്ടാകുകയില്ലെന്ന് വന്നപ്പം തൻ്റെ സ്വഭാവത്തെ കോംപ്രമൈസ് ചെയ്യാതെ, നീതിയും വിശുദ്ധിയും കോംപ്രമൈസ് ചെയ്യാതെ, സന്ധി ചെയ്യാതെ, പാപം ചെയ്യുന്ന ദേഹി മരിച്ചേ കഴിയൂ എന്ന തിരുവെഴുത്തിന് മാറ്റം വരാതെ പുത്രനെ തകർത്ത് കളഞ്ഞത് പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടായിരുന്നു. ബാക്കി എല്ലാറ്റിനും ഒരു വാക്ക് മതി കേട്ടോ, ഒരു വാക്ക് മതി. ഒരു വാക്ക് പറഞ്ഞാൽ എന്താകുന്നു? രോഗസൗഖ്യമോ വാട്ടവർ കർത്താവിന്. അതുകൊണ്ടാണ് പിന്നീട് അപ്പോസ്തലന്മാർ സുഖമാക്കുമ്പം നിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു കോട്ട് ചെയ്തല്ലേ പറഞ്ഞത്. നസ്രയനാകുന്ന യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. നാമത്തിൽ, അവന്റെ നാമത്തിന് തന്നെ ശക്തിയുണ്ട്. മനസ്സിലാക്കണേ, ഞാനത് വിശദീകരിക്കാം. അപ്പൊ യെശയ്യാവിന്റെ പ്രവചനം 53-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ആദ്യം എഴുതിയിരിക്കുന്ന വാക്കുകൾ സാക്ഷാൽ നമ്മുടെ ഒന്ന് വായിച്ചേ, അതിന്റെ 4-ാം വാക്യം. നോക്കുക, ഈ വേദഭാഗം
ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ ഒരു നേഷൻ, ഒരു ജാതി എന്ന നിലയിൽ ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ മെസ്സിഹ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ രോഗങ്ങളെ അവൻ വഹിച്ചു എന്ന തിരുവെഴുത്ത് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് അവൻ രോഗികളെ സൗഖ്യമാക്കിയപ്പോൾ നിവൃത്തി വന്നു എന്ന് മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 16 മുതലൊന്ന് വായിച്ചേ. അതോടൊന്ന് വായിച്ചേ. ആ, കൊണ്ടുവന്നു. ആ, നോക്കുക, വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി. ആ, സൗഖ്യം വരുത്തി. അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു, വ്യാധികളെ ചുമന്നു. ആ, നോക്കുക, ഇത് ക്രൂശിന് മുൻപാ സംഭവിച്ചത്. യെശയ്യാ പ്രവാചകൻ പറഞ്ഞതിന് നിവൃത്തിയാകുവാൻ എന്ന് പറഞ്ഞ, ഞാൻ പറഞ്ഞു വരുന്നതിന്റെ സാരം, രോഗികളെ സൗഖ്യമാക്കുവാൻ ക്രൂശിന്റെ ആവശ്യകതയില്ലായിരുന്നു. ഒരു വാക്കുകൊണ്ട് രോഗികളെ എന്ത് ചെയ്തു? സൗഖ്യമാക്കി. ഇതാ ഞാൻ പറഞ്ഞു വരാം. ഇനി അത് അങ്ങനെ അവിടെ നിൽക്കട്ടെ. അതിന്റെ 5-ാം വാക്യം ഒന്ന് വായിച്ചേ. 5-ാം വാക്യം ഒന്ന് വായിച്ചേ. 53:5. യെശയ്യാ 53:5. ആ ആ ആ ആ യെസ്. ആ ആ, നോക്കുക. ആ, ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ ഒന്നാമത്തെ കാര്യം, ആ സൗഖ്യം എന്ന വാക്ക് മാത്രം നമുക്കൊന്ന് എടുക്കാം, എന്നിട്ട് നമുക്ക് ആ ഭാഗം മുഴുവൻ ചിന്തിക്കാം. സൗഖ്യം. നമ്മുടെ പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സൗഖ്യം എന്ന വാക്ക് കണ്ടു കഴിഞ്ഞാൽ ആദ്യം ഓർമ്മ വരുന്നത് രോഗസൗഖ്യം, ഫിസിക്കൽ ഹീലിംഗ് എന്നുള്ള അർത്ഥത്തിലാണ്. എന്നാൽ വേദപുസ്തകത്തിൽ അങ്ങനെ ഒത്തിരി വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഫിസിക്കൽ ഹീലിംഗ് എന്ന അർത്ഥത്തിൽ തന്നെ സൗഖ്യത്തെ എഴുതിയിട്ടുണ്ട്. എന്നാൽ 2 വാക്യങ്ങൾ പഴയ നിയമത്തിൽ നിന്ന് ആദ്യം ഒന്ന് വായിക്കണം, പിന്നെ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യും. ഒന്നാമത് യെശയ്യാവിന്റെ പ്രവചനം തന്നെ എടുത്തേ. അതിന്റെ 1-ാം അധ്യായം 2 മുതൽ 6 വരെ ഒന്ന് വായിച്ചേ. 2 മുതൽ 6 വരെ ഒന്ന് വായിച്ചേ. ആ, യെസ്. ആ, യെസ്. ആ, 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 പുൽത്തൊട്ടിയും അറിയുന്നു. ആ, യെസ്. ആ, 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 അവിടെ ശ്രദ്ധിച്ചോണേ, ഞാൻ ഓരോ വാക്ക് ശ്രദ്ധിച്ചു. അയ്യോ, പാപമുള്ള ജാതി, പാപമുള്ള ജാതി. ആ, എന്നിട്ട് ഇതായിട്ട് വായിച്ചു. ആ, ആ, ഇനി നിങ്ങളെ അടിച്ചിട്ടെന്ത്? ആ, യെസ്. ആ, ആ, ശ്രദ്ധിക്ക, തല മുഴുവനും ദീനവും. ആ, അടുത്ത വാക്ക് എവിടെ രോഗം? ഹൃദയം മുഴുവൻ രോഗം. ആ, അടുത്ത വാക്ക് അടിതൊട്ട് മുടി വരെ. ആഹാ, അപ്പൊ അവിടെ സുഖമില്ലെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? പാപത്തോടും അതിക്രമത്തോടുമുള്ള ബന്ധത്തിൽ അടിതൊട്ട് മുടി വരെ എന്തില്ല? ഒരു സുഖവുമില്ല, പഴുത്തിരിക്കുകയാ. ആ വ്രണം ഞെക്കി കഴുകിയിട്ടില്ല. നോക്കിയ എന്തുവാ, ഫിസിക്കൽ രോഗത്തിന്റെ ലാംഗ്വേജ് തന്നെ അവിടെ ഉപയോഗിക്കുന്നത് കണ്ടോ? ആ വാക്യം ശാരീരിക രോഗത്തിന്റെ അതേ ഭാഷ തന്നെ ഉപയോഗിക്കുന്നു. വ്രണം കഴുകിയിട്ടില്ല, ഓ അതിന് വേണ്ട ഒരു സുഖവുമില്ല. അപ്പൊ അവിടെ സുഖമില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ശാരീരിക രോഗമല്ല, നേരെ മറിച്ച് പാപരോഗമാണെന്ന് വ്യക്തമാ. പാപരോഗം. ഇനിയും ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ചേ. ഒത്തിരി വാക്യങ്ങളുണ്ട്, ഒരു വാക്യം കൂടെ വായിച്ചാൽ മതി, സമയമില്ല. അതുകൊണ്ട് രണ്ട് ദിനവൃത്താന്തം 7:13-14 ഒന്ന് വായിച്ചേ. 2 ദിനവൃത്താന്തം 7:13-14. ആ ആ ആ യെസ്.
എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം. നോക്കുക, അവരുടെ പാപം ക്ഷമിച്ച് ഞാൻ എന്ത് ചെയ്യും? ദേശത്തിന് സൗഖ്യം വരുത്തും എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം? കൂടുതൽ എക്സ്പ്ലനേഷൻ വേണോ അവിടെ? അവരുടെ പാപം ഞാൻ ക്ഷമിക്കും, തങ്ങളെ തന്നെ താഴ്ത്തി എൻ്റെ മുഖം അന്വേഷിച്ചാൽ ഞാൻ അവരുടെ പാപം ക്ഷമിച്ച് ദേശത്തിന് ഞാൻ എന്തോ കൊടുക്കും? സൗഖ്യം കൊടുക്കും. സൗഖ്യം കൊടുക്കും. അപ്പൊ സൗഖ്യം കൊടുക്കുമെന്ന് പറഞ്ഞാൽ ആ പശ്ചാത്തലത്തിൽ സൗഖ്യമെന്ന് പറഞ്ഞാൽ ശാരീരിക രോഗസൗഖ്യമല്ലെന്നുള്ളത് വ്യക്തമാണ്. പിന്നെയോ പാപം ചെയ്ത് അടി മുതൽ അടി തൊട്ട് മുടി വരെ ഒരു സുഖവുമില്ലാതിരിക്കുന്ന ആത്മീക രോഗാവസ്ഥയെ കുറിച്ചാണ് അവിടെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്. അതുകൊണ്ട് സൗഖ്യമെന്ന വാക്ക് പുസ്തകത്തിൽ കണ്ട ഉടനെ ചിന്തിക്കരുത് അത് രോഗസൗഖ്യത്തെ കുറിച്ചാണെന്ന്. അത് ശാരീരിക രോഗസൗഖ്യത്തെ കുറിച്ച് മാത്രമാണ് അത് പറയുന്നതെന്ന് നമ്മൾ ചിന്തിക്കരുത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ 2 വാക്യങ്ങളത്ത് പറഞ്ഞു. ഇനിയും നമുക്ക് യെശയ്യാ പ്രവചനത്തിന്റെ ആ ഭാഗത്തേക്ക് മടങ്ങി വരാം. ദയവായിട്ട് മടങ്ങി വരാം. നോക്കുക, ഇവിടെ ആ വാക്കുകളൊന്ന് ശ്രദ്ധിക്കണം. കർത്താവ് തകർന്നു. എന്തിനു വേണ്ടി? എന്റെ ഒപ്പം നിങ്ങൾ ചിന്തിക്കണേ. അവിടെ 3 വാക്കുകൾ എഴുതിയിട്ടുണ്ട്. He was pierced for our transgressions. പിന്നെ He was crushed for our iniquities. പിന്നെ അതിന്റെ 6-ാമത്തെ വാക്യത്തിന്റെ 2-ാമത്തെ പാർട്ടില് but the Lord caused the iniquity of us all on him. ആ വാക്യം ഒന്ന് വായിച്ചേ മലയാളത്തിൽ. നോക്കിയ അപ്പം അവിടെ 5-6 വാക്യങ്ങളിൽ നമ്മൾ ആവർത്തിച്ച് കാണുന്ന വാക്യം അകൃത്യം. പിന്നെ എന്തുവാ മലയാളം ദിവസത്തില്? ഞാൻ ആ ഭാഗം എടുത്തു വെച്ചിട്ടില്ല. അകൃത്യം, അതിക്രമം. പിന്നെ ആ വാക്ക് തന്നെ ആവർത്തിച്ച് നമ്മൾ കാണുന്നു അല്ലേ? അകൃത്യം. ഈ അകൃത്യ നിമിത്തം നമ്മുടെ അകൃത്യവും അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റ് നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേൽ ആയി, അവന്റെ അടിപ്പിണരുകളാൽ. See, this is atonement language. പാപപരിഹാര ഭാഷയാണ് അവിടെ ഉപയോഗിച്ചേക്കുന്നത്. ആണോ അല്ലയോ? അകൃത്യങ്ങൾ, അതിക്രമങ്ങൾ, അതിനുവേണ്ടി അവൻ എന്ത് ചെയ്തു? തകർക്കപ്പെട്ടു. എനിക്കറിയാം ഇത് പിന്നെ ശരിയാണെന്ന് പറയുമെങ്കിലും അംഗീകരിക്കാൻ അല്പം പ്രയാസമാണ്. അകൃത്യങ്ങൾ, അതിക്രമങ്ങൾ, അതിനുവേണ്ടി അവൻ എന്ത് ചെയ്തു? എൻ്റെ പ്രിയരെ, നിങ്ങൾ വേറെ ഒന്നും പറയണ്ട, ആ പുസ്തകത്തിലുള്ള വാക്യം പറഞ്ഞാൽ മതി. അത് പറയാൻ പേടിയാന്നു? ഒന്ന് പറഞ്ഞേ. അകൃത്യങ്ങൾ നിമിത്തം തകർന്നും അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റുമിരിക്കുന്നു. ആകട്ടെ, നമ്മൾ ആ ഭാഗത്തുനിന്ന് മാറരുത്. അതിന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അഗൈൻ, അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അടുത്ത വാക്യം, അവന്റെ പ്രാണൻ ഒരു അകൃത്യയാഗം. അകൃത്യയാഗം എന്തിനു വേണ്ടിയിട്ടുള്ളതാ? പഴയ നിയമം വായിച്ചിട്ടുള്ളവർ പറ. എന്തിനു വേണ്ടിയിട്ടുള്ള? പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ്. എന്ത്? അകൃത്യയാഗം. മോശയുടെ ന്യായപ്രമാണത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അകൃത്യയാഗം കഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? ഇന്റൻഷണൽ ഓർ അൺഇന്റൻഷണൽ സിൻസ്. ഇസ്രയേല് അവരറിഞ്ഞോ അറിയാതെയോ പാപം ചെയ്തെങ്കിൽ
അതിനു വേണ്ടിയിട്ട് എന്ത് കൊണ്ടുവരുമെന്നറിയാമോ? ഒരകൃത്യ. എന്നിട്ട് അവരുടെ അകൃത്യമെല്ലാം ആ യാഗമൃഗത്തിന്റെ മേൽ എന്ത് ചെയ്യും? ചുമത്തും. ആ യാഗമൃഗം അകൃത്യം ഏറ്റെടുത്തിട്ട് ബലിയാകും. എൻ്റെ ഒപ്പം എല്ലാവരും ചിന്തിക്കണേ. അപ്പൊ അകൃത്യയാഗം പാപപരിഹാരത്തിന് വേണ്ടിയിട്ടാ അകൃത്യയാഗം. എൻ്റെ പ്രിയരെ, ഇത് പുസ്തകത്തിൽ ഇല്ലാത്ത ഒരു വാക്കെങ്കിലും ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അത് എടുക്കരുത്, ദയവ് ചെയ്തെടുക്കരുത്. അകൃത്യയാഗം പാപപരിഹാരത്തിന് വേണ്ടിയിട്ടാ അകൃത്യയാഗം. അപ്പോഴേ എന്തുകൊണ്ടാണ് ഈ അകൃത്യയാഗം ആവശ്യമായിരിക്കുന്നത്? അതിന്റെ കാരണം എന്നറിയാം, ഈ പാപവും അതിന്റെ ഫലമായിട്ടുള്ള രോഗത്തിന്റെ ഈ രോഗവും ഈ കാര്യങ്ങളുടെ എല്ലാം അതിന്റെ മൂല കാരണമെന്ന് പറയുന്നത് പാപമാണ്. മനസ്സിലായോ? അപ്പോൾ ആ പാപത്തിനാണ് പരിഹാരം ഇവിടെ വരുത്തുന്നത്. എൻ്റെ ഒപ്പം വരണേ, ഞാൻ വേറൊരു പ്രധാനപ്പെട്ട വിഷയം ഇനിയും പറയാൻ പോകാം. നിങ്ങൾ എൻ്റെ ഒപ്പം ചിന്തിക്കണം. അപ്പൊ ഈ പാപത്തിന് പരിഹാരം വരുത്തിയേ പറ്റൂ. കാരണം പാപമാണ് നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത്. വായിച്ചേ 1-2 വാക്യങ്ങൾ. യെശയ്യാവ് 59:2. 59:2. അപ്പൊ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത് എന്നാ? രോഗമാണോ? അല്ല. പിന്നെന്തുവാ? അകൃത്യങ്ങളാ, പാപങ്ങളാ. അപ്പൊ പാപത്തിന് പരിഹാരം വരുത്തിയെങ്കിലേ ദൈവത്തോട് അടുക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അതുകൊണ്ട് പാപത്തിന് പരിഹാരം വരുത്താനായിട്ട് അവൻ ഒരു അകൃത്യയാഗമായി തീർന്നു. അകൃത്യയാഗം. നമ്മുടെ അകൃത്യമെല്ലാം അവന്റെ മേൽ അവിടുന്ന് വഹിച്ചു. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു. കാരണം അടിതൊട്ട് മുടി വരെ എന്നില്ല, സൗഖ്യമില്ല. പഴുപ്പ് ഞെക്കി കഴുകിയിട്ടില്ല, വ്രണം നിറഞ്ഞിരിക്കുകയാ. എന്നാൽ അകൃത്യയാഗമായി നമ്മുടെ പൊന്നു കർത്താവ് ആ കുഞ്ഞാടിന്റെ ആ മനോഹരം, എനിക്കത് വർണ്ണിക്കാനും പറയാനും ഉള്ള സമയമില്ല. പഴയ നിയമത്തിലെ അകൃത്യയാഗമായിട്ട് പാപങ്ങളെ വഹിച്ചുകൊണ്ട് ഒന്നിനെ പുറത്തോട്ട് വിടും, പാളയത്തിന് പുറത്തേക്ക്. അതിനെക്കുറിച്ച് എബ്രായ ലേഖനകാരൻ പറയുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തുവും പാളയത്തിന് പുറത്ത് വെച്ച് നമുക്ക് എന്ത് ചെയ്തു? നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. മറ്റേതിനെ ബലി കഴിക്കും. എന്നിട്ട് അതേ കാര്യം തന്നെ യോഹന്നാൻ സ്നാപകനും പറയും, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പൊ നമ്മുടെ പ്രശ്നം രോഗമല്ല, പാപരോഗമാണെന്ന് മനസ്സിലാക്കണം. അതിനാണ് യേശു എന്തായി തീർന്നത്? അകൃത്യയാഗമായി തീർന്നത്. അകൃത്യയാഗം. ഇതേ വാക്ക് തന്നെ. ഇത് ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെയും സമ്മതിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പിന്നെയും വാക്യങ്ങളുണ്ട്, ഒത്തിരി വാക്യങ്ങളുണ്ട്. ഒരു സാമ്പിൾ ടെക്സ്റ്റ് മാത്രം വായിക്കാൻ വേണമെങ്കിൽ ഞാൻ ഒത്തിരി വാക്യങ്ങൾ തരാം. എന്നാൽ ഒരു സാമ്പിൾ ടെക്സ്റ്റ്, ഇത് കൃത്യമായിട്ട് ഇതേ വാക്ക് ഉപയോഗിക്കുന്ന ഒരു വേദഭാഗം പുതിയ നിയമത്തിലുണ്ട്. റോമാലേഖനം, ഈ ഭാഗം നമ്മൾ ചിന്തിച്ചുകൊണ്ട് തന്നെ മുൻപോട്ട് പോകാം. റോമാലേഖനം 4:24 ഒന്ന് വായിച്ചേ. നോക്കിക്കേ, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണം. അപ്പൊ കർത്താവിനെ എന്തിനാ ഏൽപ്പിച്ചത്? എൻ്റെ പ്രിയരെ ശ്രദ്ധിക്കണേ, ഈ അതിക്രമങ്ങളുടെ ഒപ്പം വെക്കുന്നതായിരുന്നു രോഗസൗഖ്യമെങ്കിൽ നിശ്ചയമായിട്ടും ഇവിടെ അത് എഴുതിയേനെ. എഴുതുമോ ഇല്ലായിരുന്നോ? നിങ്ങൾ പറ. അതിക്രമങ്ങൾക്കൊപ്പം വെക്കുന്നതായിരുന്നെങ്കിൽ, ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണം, എൻ്റെ വാക്ക് ശ്രദ്ധിക്കണം, ഒപ്പം വെക്കുന്നതല്ല, പിന്നീട് വരുന്നുണ്ട്, ഞാൻ പറയാം. അപ്പൊ ക്രൂശിലെ അകൃത്യയാഗമെന്നുള്ളത് എന്തിനു വേണ്ടിയിട്ടാ? പാപങ്ങളുടെ. നമ്മുടെ ആ വാക്യം ഒന്ന് വായിച്ചേ, 4:24 ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം എന്ത് ചെയ്തു? മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി. 1 കൊരിന്ത്യർ, എനിക്ക് ഒത്തിരി വാക്യം തരാം കേട്ടോ. 1 കൊരിന്ത്യർ 15-ാം അധ്യായം ഒന്ന് അതിന്റെ 1-2 വാക്യങ്ങളൊന്ന് താഴോട്ട് വായിച്ചേ. ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചത്.
ഒന്ന് നിർത്തിക്കേ. കൊരിന്തി ചെന്നപ്പോ ഞാൻ പറഞ്ഞ പ്രസംഗം എന്താ? പൗലോസ് പറയുക, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിലനിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും, യെസ്, നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ യെസ് വായിച്ചോ, ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തു എന്തിനു വേണ്ടിയാ മരിച്ചേ? നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടുക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റു. ഇതാ അപ്പോസ്തലന്മാർ പ്രസംഗിച്ച സുവിശേഷം. അപ്പോസ്തോലിക സുവിശേഷം ഇതാ. ഇത് കുറഞ്ഞ ഒന്നല്ല സുവിശേഷം. വെള്ളം ചേർക്കരുത്. ഇത് കുറഞ്ഞ ഒന്നല്ല. വില കുറയ്ക്കരുത് സുവിശേഷത്തിന്റെ. ഇത് കുറഞ്ഞ ഒന്നല്ല. നമ്മൾ ശ്രദ്ധിക്കണം. ആകട്ടെ, അപ്പൊ ഇത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ആ വാക്യം വിശദീകരിച്ചതാണല്ലോ. നമ്മൾ കണ്ടു, അതായത് 1 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 24-25 വാക്യങ്ങൾ പെട്ടെന്നെടുത്ത് വായിച്ചേ. യെസ്, നോക്കുക. നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണുകളാൽ നമുക്ക്. അപ്പം ശിഷ്യന്മാർ ഇതെങ്ങനെ മനസ്സിലാക്കി എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള വിഷയമാണ്. ശിഷ്യന്മാർ മനസ്സിലാക്കിയത് അങ്ങനെയാ. അപ്പോസ്തലന്മാർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാ. അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് എന്ത് ചെയ്തു? ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, അത് അല്പം കൂടെ ഞാൻ വിശദീകരിക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞു കൃപാദാനങ്ങളിൽ ഒന്നാണ് രോഗശാന്തി വരം, സംശയമൊന്നുമില്ല. എന്നാൽ അത് എപ്പോഴും ദൈവം ചെയ്യണമെന്ന് നിർബന്ധമില്ല. ചില സന്ദർഭങ്ങളിൽ ഒരു രോഗം നമ്മിൽ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ പരമാധി അവിടുത്തെ ആ സർവജ്ഞാനത്തിൽ നമ്മളെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കാൻ അത് സഹായിക്കുമെങ്കിൽ ദൈവം ചിലപ്പോൾ അത് അനുവദിച്ചെന്നും വരും കേട്ടോ. ഞാനൊരു കാര്യം, അതായത് നമുക്ക് എന്താണെന്ന് അറിയത്തില്ല, എനിവേ അത് മിയർ അസംഷനാ. പൗലോസ് പറഞ്ഞ ഒരു കാര്യം, 3 വട്ടം എൻ്റെ ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നെന്നാ പറഞ്ഞത്. അപ്പം നിശ്ചയമായിട്ടും ശരീരത്തില ജഡത്തിൽ ഒരു ശൂലം തന്നേക്കുന്നു. സാത്താന്റെ ദൂതനെ തന്നെ. അത് മാറിപ്പോകാൻ ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. പക്ഷെ അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി. ഇപ്പം നിനക്ക് ആ കാര്യത്തിൽ സൗഖ്യമല്ല വേണ്ടത്, എൻ്റെ സർവജ്ഞാനത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു നിനക്ക് എൻ്റെ കൃപയാ വേണ്ടിയത്. മനസ്സിലാക്കണേ, നിനക്ക് എൻ്റെ കൃപയാ വേണ്ടിയത്. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുമെന്ന് നിന്നെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ. മോളി പറഞ്ഞിട്ടുണ്ട്, ഞാൻ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതിരിക്കേണ്ടത്. അപ്പൊ ചില സന്ദർഭങ്ങളിൽ കൃപാദാനം കർത്താവ് തന്നിരിക്കുന്നുവെങ്കിലും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ കർത്താവ് ചിലപ്പോൾ സൗഖ്യമാക്കുകയുമില്ല. അതിന് ഒരു വാക്യം കൂടെ ഞാൻ തരാം. ഒത്തിരി വാക്യങ്ങളുണ്ട്. ഒരു പ്രധാനപ്പെട്ട വാക്യം ഒന്ന് വായിച്ചു. 2 തിമോത്തിയോസ് 4:20. 2 Timothy 4:20. ത്രോഫിമോസിനെ ഞാൻ മിലത്തോസിൽ ഞാൻ രോഗിയായിട്ട് വിട്ടേച്ചു പോന്നു. അതിന്റെ അർത്ഥം പൗലോസ് അവന് വേണ്ടി പ്രാർത്ഥിച്ചില്ലെന്നാണോ? നിശ്ചയമായിട്ടും പ്രാർത്ഥിച്ചാണ്. പൗലോസിന്റെ ശുശ്രൂഷയിൽ രോഗികൾ മാത്രമല്ല സൗഖ്യമാക്കിയത്, മരിച്ചവര് ഉയർത്തിട്ടുണ്ട്. എന്നാൽ ത്രോഫിമോസിനെ എന്ത് ചെയ്തു? ഞാൻ രോഗിയായി മിലത്തോസിൽ വിട്ടേച്ചു പോന്നു. ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, എപ്പഫ്രാദിത്തോസ് അവൻ രോഗം പിടിച്ച് മരിക്കാറായിരുന്നു. എന്നാൽ ദൈവം അവനോട് കരുണ ചെയ്തു. അവനോട് മാത്രമല്ല എന്നോടും കരുണ ചെയ്തു. അവന് എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിക്കുന്നു. നോക്കിയേ, സീ റിയൽ
ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് അപ്പോൾ പറയാം. നമ്മൾ ചിന്തിക്കരുത് ഈ വേദപുസ്തകത്തിലെ വിശുദ്ധന്മാരൊന്നും ഒരു അഭൗമ ലോകത്തിലൊന്നും അല്ല ജീവിച്ചത്. നമ്മളെപ്പോലെ പച്ചയായ ജീവിത സാഹചര്യങ്ങളിലാണ് അവർ ജീവിച്ചത്. അവർ കർത്താവിൽ ആശ്രയിച്ച് ദൈവഹിതത്തിനായി തങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് അവർ ജീവിച്ചു. അതായിരുന്നു വ്യത്യാസം. മനസ്സിലായോ? നമ്മളെപ്പോലെ തന്നെയാണ് അവർ ജീവിച്ചത്. ഒരു സന്ദർഭത്തിൽ അയ്യോ എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിക്കേണ്ടതിന് എന്നോടും കർത്താവ് എന്ത് ചെയ്തു? കരുണ ചെയ്തു. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നേ. ഇവിടെ പറയുക, ത്രോഫിമോസിനെ ഞാൻ രോഗിയായിട്ട് വിട്ടിച്ചു. അപ്പം ഇൻ സം സിറ്റുവേഷൻ ഗാഡ് ഇൻ ഹിസ് വിസ്ഡം will choose not to heal. In some situation he has a purpose. Even in that he has a purpose. അതേസമയം തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ദാനമാകുന്ന രോഗശാന്തി വരം ദൈവസഭയിൽ ഉണ്ട്. ഇനിയും ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ ഇൻ എഫക്റ്റ് ക്രൂശ് തുടങ്ങി ആ റെസ്റ്റോറേഷൻ ആരംഭിച്ചെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ക്രൂശ് മുഖാന്തരമായി ദാനം എല്ലാം കിട്ടിയേക്കുന്നതെന്ന് പറയാം. ആ അർത്ഥത്തിൽ ഞാൻ ആദ്യമേ അത് പറഞ്ഞു. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ആദാമിൽ എന്ത് സംഭവിച്ചോ അതിൻ്റെ ഒരു റിവേഴ്സൽ പ്രോസസ്സാണ് ക്രിസ്തുവിൽ നമ്മൾ ആകുമ്പോൾ സംഭവിക്കുന്നത്. നമുക്കറിയാം ആദാമിനോട് നമുക്കറിയാം മനുഷ്യൻ്റെ 3 ഘടകങ്ങളെ കുറിച്ച്. ഇന്ന് പ്രത്യേകിച്ച് ഞാനിത് എൻ്റെ ഒരു സ്പിരിച്വൽ മെൻറ്റർ എന്ന് ഞാൻ കരുതുന്ന ഒരാളുമായിട്ട് ആ കാര്യം ഡിസ്കസ് ചെയ്തപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അദ്ദേഹം ഒരു ഇലസ്ട്രേഷൻ ഇങ്ങനെ പറഞ്ഞു, ഇപ്പോൾ ഒരു കാറ് ബ്രേക്ക് ഡൗൺ ആകുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എനിക്കത് പെട്ടെന്ന് ക്ലിക്ക് ചെയ്തു. കാരണം ഒരു സിമിലർ സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായതുകൊണ്ട്. ഒരിക്കൽ ഞങ്ങൾ പൂനെക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പം ഹൈവേയിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന പെട്ടെന്ന് മാൽ ഫങ്ഷൻ ലൈറ്റൊക്കെ വന്നു ഡയലിൽ. മാൽ ഫങ്ഷൻ വന്നിട്ടും ഞാനത് കണക്കൂട്ടിയില്ല, മുന്നോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പം ഭയങ്കര പ്രശ്നമായി, വണ്ടി സ്റ്റോപ്പായി. അവിടെ നിർത്തി കഴിഞ്ഞപ്പം അവിടെ റോഡ് സൈഡിൽ ഉണ്ടായിരുന്ന ഒരു മെക്കാനിക്കിനെ കിട്ടിയത്. അപ്പോൾ ആ മെക്കാനിക്ക് വന്നിട്ട് നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതിൻ്റെ ഓയിൽ പമ്പ് വർക്ക് ചെയ്യുന്നില്ല, ഈ വണ്ടി ഓടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, പൂനെക്ക് പോവുകയും വേണം, അന്ന് ഒരു കല്യാണമുണ്ട്, പോയാലേ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞു എൻ്റെ സിറ്റുവേഷൻ എനിക്ക് സംഭവം ഐ ഹാവ് ടു ഗോ ടു പൂന. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഇതിപ്പോൾ ഓയിൽ പമ്പ് വർക്ക് ചെയ്യുന്നില്ല, ഇതൊക്കെ മാറി വെക്കാൻ ബുദ്ധിമുട്ടാണ്, പിന്നെ മാക്സിമം ചെയ്യാൻ കഴിയുന്നത് അദ്ദേഹം അതിൻ്റെ ആ ഓയിൽ ഫിൽറ്ററൊക്കെ അങ്ങ് അതിനകത്തെ സെഡിമെൻറ്റ് വന്നങ്ങ് അടിഞ്ഞ് അതും താഴോട്ട് വരുന്നില്ല. പിന്നെ അദ്ദേഹം എന്തോ ചെയ്ത് അത് കിഴിച്ച് ആ ഓയിലെല്ലാം റിലീസ് ചെയ്ത് വേറെ ഓയിൽ മേടിച്ചുകൊണ്ട് വന്ന് ഒഴിച്ച് തന്നിട്ട് പറഞ്ഞു പൂന വരെ ഓടിച്ചു. തൽക്കാലത്തേക്ക് പൂന വരെ ചെന്നു. എന്ന് പറഞ്ഞതുപോലെ ചില സന്ദർഭങ്ങളിൽ ദൈവം എന്ത് ചെയ്യുമെന്നറിയാമോ? ഇതിൻ്റെ റെസ്റ്റോറേഷൻ ഒന്നും നടന്നിട്ടില്ല, താൽക്കാലികമായിട്ടൊരാശ്വാസമൊക്കെ നമ്മുടെ ശരീരത്തിൽ അത്ഭുതകരമായിട്ട് ചെയ്യും. എന്നാൽ ഇത് പെർമനൻ്റ് ആയിട്ടുള്ളതല്ല. പെർമനൻ്റ് ആയിട്ടുള്ളത് എപ്പോഴാണെന്നറിയാമോ? കെ വി സൈമൺ സാറ് പാടി, പുത്തനാകും ശരീരത്തെ ദത്തം ചെയ്യും നായകൻ, മംഗളമായി വാഴും നമ്മളെല്ലാരും മംഗളമായി വാഴും. നോക്കുക, ഇങ്ങ് ശാപം നിറഞ്ഞ ഈ രോഗം നിറഞ്ഞ ഇതെല്ലാം ഒരു ദിവസം റെസ്റ്റോർ ചെയ്യപ്പെടാൻ പോകുകയാ. എന്നാൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ചില നന്മകൾ കർത്താവ് തരുമ്പോൾ സന്തോഷിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. കാരണം കർത്താവ് നമ്മെ നടത്താൻ വിശ്വസ്തനാണ്. ആദാമിൽ സംഭവിച്ചത്, അവൻ്റെ ആത്മാവ് മൃതമായി തീർന്നെങ്കിൽ നമുക്കറിയാം, ആത്മാവ് നീ തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ എത്രയോ കാലം കഴിഞ്ഞിട്ട് ആദാം മരിച്ചത് നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള അവൻ്റെ ബന്ധത്തിന് കോട്ടം സംഭവിച്ചു. ആ കാര്യമാണ് ക്രിസ്തുവിൽ ആദ്യം നടക്കുന്നത്. അതുകൊണ്ടാണ് എഫേസ്യർ 2:1 മുതൽ നമ്മൾ വായിച്ചാൽ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെ അവൻ ഉയർപ്പിച്ചു. അപ്പൊ തുടങ്ങി, റെസ്റ്റോറേഷൻ തുടങ്ങി. അപ്പൊ ഇൻ ഇഫക്റ്റിൽ ക്രൂസിൽ ഈ ഹോൾ റെസ്റ്റോറേഷൻ കർത്താവ് പ്ലാൻ ചെയ്തേക്കുന്നത്. മനസ്സിലാക്കണേ, നമ്മെ മുഴുവനായി റെസ്റ്റോർ ചെയ്യാൻ കർത്താവ് ക്രൂസിൽ പ്ലാൻ ചെയ്തു, തൻ്റെ പുത്രനെ അയച്ചു.
പക്ഷെ തുടങ്ങുന്നത് എവിടാ? തുടങ്ങുന്നത് നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തി തുടങ്ങി, നമ്മുടെ ദേഹിയിൽ ശുദ്ധീകരണം തന്നു. ഇനി അവസാനം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വത്തിനായി നമ്മൾ കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുകയാണ്. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് അവൻ തനിക്ക് സകലവും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരങ്ങളെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അപ്പൊ ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ എവിടെ തുടങ്ങിയെന്നറിയാമോ? ക്രൂശിൽ ആരംഭിച്ചു. അപ്പൊ ആ അർത്ഥത്തിൽ വേണമെങ്കിൽ പറയാം, നിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ക്രൂശിൽ തുടങ്ങി അവൻ നമ്മുടെ ആത്മാവിന് സൗഖ്യം തന്നു. ആ പൂർണ്ണമാകുന്ന റെസ്റ്റോറേഷൻ എപ്പോൾ സംഭവിക്കുമെന്നറിയാമോ? കർത്താവിൻ്റെ വരവിങ്കൽ സംഭവിക്കും. നമ്മുടെ താഴ്ചയുള്ള ശരീരങ്ങളെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മുമ്പേ ഞാൻ ഈ പറഞ്ഞതുപോലെ ആ കംപ്ലീറ്റ് ഓവർഹോളിന് മുൻപേ ഇടയ്ക്ക് അല്പമൊക്കെ ഓയിലൊക്കെ ഒഴിച്ച് കുറച്ചുകൂടെ ഓടിച്ചോ, കുറച്ചുകൂടെ മുൻപോട്ട് പോയിട്ട്, അതാണ് രോഗസൗഖ്യം. മനസ്സിലായോ? അല്ലാതെ പെർമനന്റ് ആയിട്ട് ആർക്കും ഇവിടെ രോഗസൗഖ്യം കിട്ടുന്നില്ല. രോഗസൗഖ്യം കിട്ടിയവരും എന്ത് ചെയ്യുന്നു? പിന്നെയും മരിക്കുന്നു. അപ്പോൾ രോഗസൗഖ്യമുണ്ട്, ദൈവം അത് ചെയ്യും. കാരണം അത് ദൈവസഭയിലുള്ള കൃപാദാനമാണ്. എന്നാൽ ക്രൂശിനെ വില കുറയ്ക്കരുത്. അതാ എൻ്റെ മെസ്സേജ്. ക്രൂശിന്റെ വില കുറയ്ക്കരുത്. നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം അവൻ തകർന്നിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. അയ്യോ, അകൃത്യഭാരം ചുമക്കുന്ന ജാതി, അവരുടെ അടിതൊട്ട് മുടി വരെ സൗഖ്യമില്ല, മുറിവിനെ ഞെക്കി കഴുകിയിട്ടില്ല. എന്നാൽ കമോൺ, നമുക്ക് തമ്മിൽ വാദിക്കാം. നിങ്ങളുടെ പാപങ്ങളെ എത്ര കടും ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കും. ഹല്ലേലൂയ. എന്തുകൊണ്ടാണെന്നറിയാമോ? യേശുവിൻ്റെ രക്തം നമ്മുടെ ഹൃദയത്തിൽ ഹോപ്പ് ഒഴിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നും. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഈ രാത്രിയിൽ കർത്താവിൻ്റെ ആ വലിയ കൃപയോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ക്രൂശിൽ തുടങ്ങിയ ആ വലിയ രക്ഷണ്യ പദ്ധതി ഒരു ദിവസം സംഭവിക്കും. ഇങ്ങ് ശാപവും രോഗവും നിറഞ്ഞ, ഇന്ന് വേദന അനുഭവിക്കുന്ന, ഇന്ന് ഈ ശാപത്തിന് അധീനമായ ഈ ശരീരത്തെയും എൻ്റെ പൊന്നു കർത്താവിൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കി രൂപാന്തരപ്പെടുത്തുന്ന ഒരു ദിവസം വരുന്നു. അതുവരെയും തൻ്റെ കൃപയിൽ നമ്മെ കാക്കുന്നു, നമുക്ക് രോഗസൗഖ്യം തരുന്നു. നമ്മുടെ ആവശ്യങ്ങളിൽ കർത്താവ് മതിയായവനാണ്. നമ്മെ അവൻ കരം പിടിച്ച് നടത്തുന്നു. രോഗത്തിൽ സൗഖ്യമായി, ഹല്ലേലൂയ, ദുഃഖത്തിൽ ആശ്വാസകനായി നമ്മോട് കൂടെ ഇരിക്കുന്ന നമ്മുടെ നല്ല കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. അവനെ മാത്രം സ്നേഹിക്കാം, അവനു വേണ്ടി ജീവിക്കാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. സഹോദരൻ